ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിപദം രാജിവെച്ചു കഴിഞ്ഞല്ലോ. അദ്ദേഹം കൊണ്ടുവരുവാൻ തയ്യാറാക്കിയിരുന്ന മാറ്റങ്ങൾ തുടർന്നും സംഭവിക്കും എന്ന് തന്നെ നമ്മൾക്ക് കരുതാവുന്നതാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമായാലും ശാസ്ത്രത്തിൻ്റെ ഭാഗമായാലും പുരാതന ശാസ്ത്രതത്വങ്ങളുടെ ഭാഗമായാലും എല്ലാം കുട്ടികൾക്ക് അറിയുവാനും പഠിക്കുവാനും സാധിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? അത് പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷ, JEE പരീക്ഷ തുടങ്ങിയ പരീക്ഷകളെ സംബന്ധിച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ഒട്ടുമിക്കവാറും സമയവും അത് മാതാപിതാക്കളുടെ സമ്മർദ്ദം കൊണ്ടാണ്. കാരണം നല്ലൊരു ശതമാനം മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾ എൻജിനീയറോ ഡോക്ടറോ ആകണം. എൻജിനീയറും ഡോക്ടറും ആകണമെങ്കിൽ തന്നെ IIT-യിലോ AIIMS-ലോ പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും കുട്ടികളുടെ ടാലൻറ്റ് അതനുസരിച്ചായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ അവർക്ക് ഇഷ്ടമില്ലാത്ത അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വിഷയം പഠിക്കാനും അതിൽ വളരെ നന്നായി പെർഫോം ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. ഇങ്ങനെയുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമാണ് പലപ്പോഴും ആത്മഹത്യകളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കുട്ടികളുടെ ടാലൻറ്റ്, അവരുടെ ആഗ്രഹം ഏതിലേക്കാണ് പോകുന്നത്, അവർക്ക് ഏത് വിധത്തിലാണ് ടാലൻ്റ് ഉള്ളത്, അതിലേക്ക് കൂടുതൽ നയിക്കുക, അതിന് കൂടുതൽ സഹായം ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു നല്ല വഴി. ഇപ്പോൾ കഴിഞ്ഞ 2014 ഇന്ത്യയിലുണ്ടായിരുന്നത് 51,348 MBBS സീറ്റുകൾ മാത്രമാണ്. 2026 ആയപ്പോഴേക്കും അത് വർദ്ധിച്ച് 1,36,939 സീറ്റുകളായി. അതായത് 85,591 പുതിയ MBBS സീറ്റുകൾ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ പുതുതായി ഉണ്ടായി എന്നാണ് അർത്ഥം. 2014 387 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ 12 വർഷം കൊണ്ട് 436 മെഡിക്കൽ കോളേജുകൾ കൂടി വർദ്ധിച്ച് ഇപ്പോൾ 823 മെഡിക്കൽ കോളേജുകളാണ്. 2026 19,99,895 വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കാണാം 10% വളരെ താഴെ കുട്ടികൾക്ക് മാത്രമേ MBBS സീറ്റുകൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നീറ്റ് പരീക്ഷയിൽ മാത്രമല്ല, JEE പോലുള്ള പരീക്ഷകൾക്കും അതിൻ്റെ മെയിൻ പരീക്ഷയ്ക്കും അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്കും എല്ലാം ഇത് ബാധകമാണ്. അതുപോലെ തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷകൾ. ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഏകദേശം 5.29 ലക്ഷം പേരൊക്കെയാണ് എഴുതുന്നത്. 933 വേക്കൻസി മാത്രമാണ് 2026 ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എന്തു ചെയ്യും? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലഭ്യമായ പോസ്റ്റുകൾ അല്ലെങ്കിൽ ലഭ്യമായ അവസരങ്ങൾ വളരെ കുറവും അതിനുവേണ്ടി മത്സരിക്കുന്നവർ വളരെ കൂടുതലുമായിരിക്കുന്ന കാലത്തോളം അത് ലഭ്യമാകുന്നതിന് ക്ലിപ്തതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ABCD എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തത്വം നടപ്പിലാക്കണം. നമ്മൾക്ക് A കിട്ടുവാനായിട്ട് ശ്രമിക്കാം, പക്ഷേ A കിട്ടിയില്ലെങ്കിൽ B കിട്ടുവാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ Cയിലേക്ക് പോകണം, അല്ലെങ്കിൽ Dയിലേക്ക് പോകണം. അതിനൊരു തയ്യാറെടുപ്പ് മാനസികമായി മാതാപിതാക്കളും കുട്ടികളും തയ്യാറാകണം. ഇത് ലോകം മുഴുവനുമുള്ള യാഥാർത്ഥ്യമാണ്. ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടുകയില്ല. എല്ലാവർക്കും IAS ഓഫീസർമാരാകാൻ പറ്റുമോ? എല്ലാവർക്കും IPS ഓഫീസർമാരാകാൻ പറ്റുമോ? എല്ലാവർക്കും ശാസ്ത്രജ്ഞരാകാൻ പറ്റുമോ? എല്ലാവർക്കും ഡോക്ടേഴ്സ് ആകാൻ പറ്റുമോ? എല്ലാവർക്കും എൻജിനീയേഴ്സ് ആകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ഭേദഗതികൾ വരുത്തുവാനും ആ അടിസ്ഥാനത്തിൽ ജീവിതത്തെ സമീപിക്കുവാനും തയ്യാറാവുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് നമ്മളുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രതിഭ പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ടാക്കി അത് പ്രൈവറ്റ് സെക്ടറിന് കൂടി കൊടുക്കുന്നു. അവർക്ക് കൂടി അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയും കുറേ പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ആത്മഹത്യ ഇപ്പോൾ
പുതിയ പരീക്ഷാ സമ്പ്രദായം വന്നതുകൊണ്ടോ മറ്റേതെങ്കിലും സമ്പ്രദായം വന്നതുകൊണ്ടോ ഒന്നും നിലയ്ക്കാൻ പോകുന്നില്ല. അത് നിലയ്ക്കണമെങ്കിൽ ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ ലഭ്യമായ അവസരങ്ങൾ കുറവും വളരെ കൂടുതൽ, അതിനേക്കാളും 10, 20, 100 ഇരട്ടി ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നതുമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും അവർക്കെല്ലാവർക്കും 20 ലക്ഷം പേർ എഴുതിയാൽ 20 ലക്ഷം പേർക്കും MBBSന് പ്രവേശനം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധ്യമാകില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ മാതാപിതാക്കൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും അത് മനസ്സിലാക്കുകയും 2-3 തവണ എഴുതിയതിന് ശേഷം അത് മറ്റ് മേഖലകളിലേക്ക് എങ്കിലും അവരെ പോകാൻ അനുവദിക്കുകയും അവർക്ക് ഉള്ള ടാലൻറ്റ് നേരത്തെ മനസ്സിലാക്കി ആ മേഖലകളിലേക്ക് അവരെ തിരിച്ചുവിടുകയും ചെയ്യുക എന്നുള്ളതാണ്. നിരവധി മേഖലകളാണ് അങ്ങനെ തുറന്നു വരുന്നത്. അപ്പോൾ ഒരു എൻ്റർപ്രനർ അയാളുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ ഒരു എൻ്റർപ്രനർ ആകാൻ വിട്ടാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും അധികം വിജയിക്കുന്ന ഒരു മേഖലയായിരിക്കും അത്. അതുകൊണ്ട് അങ്ങനെയുള്ള പുതിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആ സാഹചര്യങ്ങളിലേക്ക് മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ഇല്ലാതാക്കാനുള്ള വഴി. അതല്ലാതെ ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും ഈ കുട്ടികളുടെ ആത്മഹത്യകൾ മറ്റൊരു വിധത്തിൽ തടയാനാകില്ല. കാരണം അവർക്കില്ലാത്ത ടാലൻറ്റ് അടിച്ചേൽപ്പിക്കാനാകില്ലല്ലോ, അവർക്കില്ലാത്ത ആഭിമുഖ്യം അടിച്ചേൽപ്പിക്കാൻ ആകില്ല. അതുകൊണ്ട് തന്നെ ഏതെല്ലാം ഇതുപോലുള്ള ട്രെയിനിങ് കോളേജുകളിലും ഇതെല്ലാം തയ്യാറാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും പോയാലും ഫീസ് കൊടുക്കാമെന്നല്ലാതെ അവർക്ക് അവിടെ നിന്ന് പഠിച്ച് അതിൻ്റെ ഗുണം കൊണ്ട് മാത്രം അവർക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ പാസ്സാക്കാനും അതിൽ ശോഭിക്കാനും സാധിക്കില്ല തന്നെ. അത് മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിലെ ആത്മഹത്യകൾ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനമാകം. ഈ രാജി അങ്ങനെയുള്ള ഒരു സാധ്യത, അങ്ങനെയുള്ള കാര്യം, യാഥാർത്ഥ്യം ഈ മാതാപിതാക്കൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കണക്കിലെടുത്ത് ബാക്കിയുള്ള എക്സാമിനേഷൻ നടക്കുമ്പോൾ ഒരിക്കലും ചോദ്യം ചോർന്നോ മറ്റു രീതിയിലോ അത് ഒരിക്കലും തെറ്റായ രീതിയിലുള്ള അർഹതയില്ലാത്തവർ വരാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് സർക്കാർ ഉറപ്പാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ലഭിക്കേണ്ടത് ഓരോ വിഭാഗത്തിലും ഏറ്റവും മിടുക്കന്മാരെയും മിടുക്കികളെയുമാണ്. അങ്ങനെ മിടുക്കന്മാരും മിടുക്കികൾക്കും വരാനുള്ള ഒരു വേദിയായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾ ഉണ്ടാകാവൂ. ആ മത്സര പരീക്ഷയിൽ തീർച്ചയായിട്ടും ജയിച്ചവരേക്കാൾ കൂടുതൽ തോറ്റവരുണ്ടാകും. പക്ഷെ ആ തോറ്റവരൊന്നും ജീവിതത്തിൽ തോറ്റവരല്ല, അവർക്ക് മറ്റ് മേഖലകളുണ്ടാകും. ആ മേഖലകളിലേക്ക് അവർ പോകണം. അതിലവർ ഒരുപക്ഷെ ഈ പരീക്ഷയിൽ ജയിച്ചു വന്നവരേക്കാൾ മുകളിൽ എത്താൻ തന്നെ വളരെയധികം അവസരങ്ങളുണ്ടാകും. അങ്ങനെയാകട്ടെ എന്ന് ആശംസിക്കുക.